Hello guys, I'm Aishwarya and welcome back to my YouTube channel. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എങ്ങനെയാണ് മ്യൂസിക്കും വോയിസ് ഓവറും കൂടി ഒരുമിച്ച് ആഡ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഇപ്പോൾ ഈ വീഡിയോയിലാണെങ്കിൽ തന്നെ നമ്മൾ പറയുന്നതിൻ്റെ കൂടെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയൊരു മ്യൂസിക് കൂടെ പോകുന്നുണ്ട്. ഇതുപോലെ നമ്മൾ വോയിസ് ഓവർ ആഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണെങ്കിൽ തന്നെ നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് മുമ്പ് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് വോയിസ് ഓവർ ആഡ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അടിയിൽ വന്നിട്ടുള്ള കമൻറ്റ്സ് ആയിരുന്നു മ്യൂസിക്കും വോയിസ് ഓവറും കൂടി എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് വോയിസ് ഓവർ ചെയ്യുന്ന പോലെ തന്നെ മ്യൂസിക്കും ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഏത് എഡിറ്റിംഗ് ആപ്പ് ഉപയോഗിച്ച് വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻഷോട്ട് ഉപയോഗിച്ച് എങ്ങനെയാണ് വോയിസ് ഓവറും അതുപോലെ മ്യൂസിക്കും ഒരുമിച്ച് ആഡ് ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ വേറെ ഏത് എഡിറ്റിംഗ് ആപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാരായാലും ഇതുപോലെ തന്നെയാണ് ചെയ്യാൻ. ഭയങ്കര സിമ്പിളായിട്ട് നമുക്കിത് വോയിസ് ഓവർ കൊടുക്കുന്ന പോലെ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ മ്യൂസിക് ആഡ് ചെയ്യുമ്പോഴത്തെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സിനിമാറ്റിക് സോങ്സ് ഒക്കെയാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ, അതുപോലെ കോപ്പിറൈറ്റ് ഉള്ള പാട്ടുകളൊക്കെയാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വീഡിയോയ്ക്ക് കോപ്പിറൈറ്റ് വരും. അപ്പോൾ നമ്മൾ പ്രത്യേകം ബാക്ക്ഗ്രൗണ്ടിൽ ആഡ് ചെയ്യുന്ന മ്യൂസിക്കിന് കോപ്പിറൈറ്റ് ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് എഡിറ്റിംഗ് ആപ്പിൽ തന്നെ ഫ്രീ ആയിട്ട് കുറേ മ്യൂസിക്കുകൾ കിട്ടും. അതിനൊന്നും കോപ്പിറൈറ്റ് ഉണ്ടാവില്ല. നമ്മൾ കൂടുതലും ഈ ഒരു സിനിമാ പാട്ടുകളൊക്കെ ആഡ് ചെയ്യുമ്പോഴാണ് കൂടുതൽ നമുക്ക് കോപ്പിറൈറ്റ് വരിക. അപ്പോൾ സിനിമാ പാട്ട് എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയ്ക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല, കോപ്പിറൈറ്റ് എന്തായാലും കിട്ടും. അല്ലാത്ത കോപ്പിറൈറ്റ് ഇല്ലാത്ത നമ്മുടെ മ്യൂസിക് ഏത് വേണമെങ്കിലും നമുക്ക് നമ്മുടെ വീഡിയോയ്ക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് വോയിസ് ഓവറും മ്യൂസിക്കും കൂടി ഒരുമിച്ചൊരു വീഡിയോ തന്നെ ആഡ് ചെയ്യാന്നുള്ളത് നോക്കാം. പിന്നെ യൂട്യൂബിനെ പറ്റിയിട്ടുള്ള വേറെയും കുറേ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് തന്നെ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. നമുക്ക് നേരെ ഈ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമ്മൾ ഇൻഷോട്ട് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമുക്ക് ഏത് വീഡിയോ ആണ് എഡിറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു വീഡിയോ എടുക്കുക. ഞാനിപ്പോൾ തൽക്കാലം ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോൻ്റെ വോയിസ് ഇപ്പോൾ തൽക്കാലം ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ നമുക്കിവിടെ മ്യൂട്ട് ക്ലിപ്പ് എന്നുള്ളടത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോൻ്റെ സൗണ്ട് ഇവിടെ കട്ടാവും. ഇനി നമുക്കിതിൽ വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഓഡിയോ എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ റെക്കോർഡ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ എന്താണ് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അതൊക്കെ നമുക്ക് റെക്കോർഡ് ചെയ്യാം. എന്നിട്ട് ടിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള വോയിസ് ഇവിടെ വന്നിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നമുക്ക് മ്യൂസിക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു മ്യൂസിക് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മ്യൂസിക്കും അതുപോലെ എഫക്റ്റും കാണാൻ വേണ്ടി പറ്റും. അതായത് മ്യൂസിക്കിൽ നമുക്ക് ഓരോ ഈ ആപ്പിൽ തന്നെ കുറേ മ്യൂസിക് അവൈലബിൾ ആണ്. ഇപ്പോൾ ഇതൊക്കെ ഇതിലുള്ള മ്യൂസിക്കുകളാണ്. ഇനിയിപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള മ്യൂസിക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻ പ്രസ് ചെയ്തിട്ട് നമ്മൾ എവിടെയാണോ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ അതൊന്ന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതല്ല നമുക്ക് വേണമെങ്കിൽ സൗണ്ട് എഫക്ട്സ് ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കുറേ സൗണ്ട് എഫക്ട്സ് ഉണ്ട്. അതും നമുക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ തൽക്കാലം ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയതുകൊണ്ട് തന്നെ ഇതിന്ന് തൽക്കാലം ഒരു മ്യൂസിക് സെലക്ട് ചെയ്യാണ്. ഇപ്പോൾ നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുള്ള മ്യൂസിക്കും വോയിസ് ഓവറും കൂടി നമുക്ക് ഒരുമിച്ച് കേൾക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു മ്യൂസിക്കിൻ്റെ സൗണ്ട് നമ്മൾ കുറച്ച് വെക്കണം. എന്നാലാണ് നമ്മൾ പറയുന്നത് കേൾക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മ്യൂസിക്കിൻ്റെ സൗണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊരു 10 മിനിമം നമുക്ക് ആവശ്യം വരുള്ളൂ എന്തായാലും ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പോൾ നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വോയിസ് ഓവറിൻ്റെ സൗണ്ട് ഫുള്ളാക്കി വയ്ക്കുക, 100 ആക്കി തന്നെ വയ്ക്കുക. ഇനി നമുക്ക് ഇപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് കേൾക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ എന്താണ് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അതൊക്കെ നമുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് വോയിസ് ഓവർ ആവശ്യമില്ല, നിങ്ങളുടെ വീഡിയോയുടെ സൗണ്ട് തന്നെ മതി വെച്ചെങ്കിൽ ഇതുപോലെ വീഡിയോൻ്റെ സൗണ്ട് നമ്മൾ 100 ആക്കി കൊടുത്താൽ മതി. അപ്പോൾ വീഡിയോയും അതുപോലെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കൂടി ഒരുമിച്ച് കേൾക്കാൻ പറ്റും. ഇതുപോലെയാണ് മ്യൂസിക്കും അതുപോലെ വോയിസ് ഓവറും കൂടി ഒരുമിച്ച് ആഡ് ചെയ്യുക. ഇതുപോലെ എത്ര ഓഡിയോ അല്ലെങ്കിൽ എത്ര മ്യൂസിക് വേണമെങ്കിലും നമുക്ക് ഒരുമിച്ച് ആഡ് ചെയ്യാൻ പറ്റും. ഇതുപോലെ വീണ്ടും വേറൊരു മ്യൂസിക് ആഡ് ചെയ്യണമെങ്കിൽ വീണ്ടും ഈ മ്യൂസിക്കുമ്പോൾ ക്ലിക്ക് ചെയ്തിട്ട് ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 മ്യൂസിക് ഒരുമിച്ച് കേൾക്കാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ വോളിയം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം, എന്നാലാണ് രണ്ടും ഒരുപോലെ കേൾക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇൻഷോട്ട് ഉപയോഗിച്ച് നമ്മുടെ വോയിസ് ഓവറും മ്യൂസിക്കും കൂടി ഒരുമിച്ച് ആഡ് ചെയ്യുക. ഇനി VN ഉപയോഗിച്ച് എങ്ങനെയാണ് ഇത് ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി VN ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമുക്ക് വേണ്ട വീഡിയോ ഏതാണെന്ന് വെച്ചാൽ ആ ഒരു വീഡിയോ എടുക്കുക. എന്നിട്ട് നമുക്കിവിടെ മ്യൂസിക് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ഈ ഒരു മ്യൂസിക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ റെക്കോർഡും അതുപോലെ മ്യൂസിക് സൗണ്ട് എഫക്ട്സ് ഒക്കെ പറഞ്ഞ് കാണാം. അതിൽ റെക്കോർഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്താണ് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അതിവിടെ റെക്കോർഡ് ചെയ്യുക. എന്നിട്ട് അത് ടിക്ക് ചെയ്ത് കൊടുത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ള റെക്കോർഡ് ഇവിടെ റെക്കോർഡായിട്ടുണ്ട്. ഇനി നമുക്ക് മ്യൂസിക് ആണെങ്കിൽ മ്യൂസിക് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇതിൽ മ്യൂസിക് ഫേവറേറ്റുമായി മ്യൂസിക് എന്ന് പറഞ്ഞ 3 ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ മ്യൂസിക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ആ ഒരു ആപ്പിലുള്ള മ്യൂസിക്കുകൾ നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള മ്യൂസിക്കാണ് വേണ്ടതെങ്കിൽ മൈ മ്യൂസിക്കിൽ പോയിട്ട് നമ്മളിവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള മ്യൂസിക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ തൽക്കാലം ഈ ഒരു മ്യൂസിക് ആഡ് ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് നമുക്ക് ഇവിടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് സൗണ്ട് ഒരു 10-12 ഒക്കെ വെച്ചാൽ മതി. അപ്പോൾ നമ്മളിത് ആഡ് ചെയ്ത് കൊടുത്താൽ റെക്കോർഡ് ചെയ്തിട്ടുള്ള സൗണ്ടും അതുപോലെ നമ്മുടെ മ്യൂസിക്കും കൂടി ഒരുമിച്ച് ഇവിടെ കേൾക്കാം. അപ്പോൾ നമുക്ക് എന്താണ് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അതിവിടെ അപ്പോൾ ഇതുപോലെ നമ്മുടെ മ്യൂസിക്കും വോയിസ് ഓവറും കൂടി ഒരുമിച്ച് ആഡ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് റെക്കോർഡ് ചെയ്ത് വേണ്ട, നമ്മളുടെ വീഡിയോൻ്റെ സൗണ്ട് അല്ലെങ്കിൽ മതി വെച്ചെങ്കിൽ നമ്മളിവിടെ വീഡിയോൻ്റെ സൗണ്ട് നമ്മളിവിടെ മ്യൂട്ട് ചെയ്തിട്ടുള്ളത് ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീഡിയോൻ്റെ സൗണ്ടും അതുപോലെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കൂടി ഒരുമിച്ച് കേൾക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും
അതുപോലെ വോയിസ് ഓവറും കൂടി ഒരുമിച്ച് ഒരു വീഡിയോയിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തതായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് അതിനെപ്പറ്റി വീഡിയോ ചെയ്യാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.